കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശിന് വിക്രം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് പ്രകാശം പറഞ്ഞ്, എനിക്കൊരു ഭയമുണ്ടായിരുന്നു, നീ എന്താ പറയണേന്ന് ഓർത്തിട്ട്. ഒരു പക്ഷേങ്കില് എന്നോട് കല്യാണം കഴിക്കേണ്ടെന്നെങ്ങാനും നീ പറയുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറയോ അച്ഛാ? ഒരു കാരണവശാലും പറയത്തില്ല. എന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയെ അച്ഛൻ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യണമെന്ന എന്റെ മനസ്സിലെ ആഗ്രഹം. എന്നിട്ട് കാർത്തിയേച്ചിന്റെ അമ്മേനെ വിവാഹം കഴിക്കണം. ഒന്നുമില്ലേലും കുറെ സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ. കല്യാണം കഴിയുന്നതോടുകൂടി നമ്മുടെ ജീവിതം ഒന്നുകൂടെ അങ്ങോട്ട് സേഫ് ആവെന്ന് പറയാം. ഇത് കേട്ടതും പ്രകാശിന് ഭയങ്കര സന്തോഷമായി. പിന്നീട് പ്രകാശിനോട് ചോദിച്ചു, അല്ല അച്ഛൻ കാർത്തിയേച്ചിന്റെ അമ്മേനെ കണ്ടോന്ന് ചോദിക്കാം. ഇല്ലട മോനെ, ഇതുവരെയായിട്ടും കാണാൻ പറ്റിയില്ല. അതെന്താ അച്ഛാ? കാർത്തിയമോള് പറയണേ ഇപ്പൊ കാണണ്ടാന്നാ പറയണേ, ആ കല്യാണത്തിന്റെ സമയത്ത് കണ്ടാ മതിയെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു, അതിലൊന്നും വലിയ കാര്യമില്ല. ഒരു പക്ഷേങ്കില് കാർത്തിയുടെ അമ്മയ്ക്ക് എന്തോ ഒരു കോംപ്ലക്സ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇനി സൗന്ദര്യം പോരാ, ഞാൻ എങ്ങാനും വേണ്ടെന്ന് പറയുമെന്നൊക്കെ. ഞാൻ പറഞ്ഞു, സൗന്ദര്യത്തിലൊന്നൊരു കാര്യമില്ല, സ്വഭാവത്തിലെ കാര്യം എന്നൊക്കെ. എന്റെ അച്ഛാ, ഇന്നത്തെ കാലത്ത് ഇത്രയും പണമുള്ള ഒരിടത്തുനിന്ന് അച്ഛന് പെണ്ണ് കിട്ടാന്ന് പറഞ്ഞാൽ അത് ഭാഗ്യം തന്നെയാ. അതും എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് തന്നെ. നമുക്ക് ലോട്ടറി അടിച്ചെന്നാ തോന്നിയെന്ന് പറയാം. ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു, അത് ശരി തന്നെയാ. ഒരു കാര്യം ചെയ്യാം, നിനക്ക് സമ്മതം എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ ഞാൻ കാർത്തിയമ്മോളോട് ചെന്ന് പറയാം. അവള് ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാന്ന് പറയാം. ശരി ശരി, അച്ഛൻ ഇപ്പൊ തന്നെ ചെന്ന് പറ. ഈ സന്തോഷ വർത്താനം ചൂടാറാതെ പറയാൻ പറയാണ്. അങ്ങനെ നേരെ പ്രകാശം ഭയങ്കര സന്തോഷത്തോടു കൂടി നേരെ കാർത്തിയുടെ അരിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. പിന്നീട് കാർത്തിയുടെ എന്നിട്ട് പറഞ്ഞു, അതെ വിക്രത്തിനോട് ഞാൻ സംഭവിച്ചു കേട്ടോ. അവന് 100 വട്ടം സമ്മതമാന്ന് പറയാണ്. അവൻ പറയുന്നത് എന്താണെന്നറിയാൻ മോളെ, എത്രയും പെട്ടെന്ന് ഞാനും കാർത്തിമോളുടെ അമ്മയും തമ്മിലുള്ള വിവാഹം നടക്കണമെന്ന്. എനിക്ക് മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു, അവ സമ്മതിക്കോ ഇല്ലയോ എന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കാർത്തിയ മനസ്സിൽ പറഞ്ഞു, നിന്റെ അല്ലേ മോന്, ഇതല്ല ഇതിലപ്പുറം അവൻ പറയും. പണത്തിന്റെ മീതെ പരുന്നും പറക്കില്ലെന്ന് പറഞ്ഞ കണക്ക് പണം കണ്ടിട്ടാടാ നീ കിടന്ന് തുള്ളിച്ചാടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നീട് കാർത്തിക ഒരു ചിരിയൊക്കെ അങ്ങോട്ട് മുഖത്ത് വരുത്തുവാണ്. എന്നിട്ട് പറഞ്ഞു, അതൊക്കെ ശരിയച്ചാ, കുഴപ്പമില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അറിയാലോ, ആ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും ഈ വിവാഹം നടക്കാൻ പാടുള്ളൂ. നിയമപരമായിട്ട് ദീപ എന്ന് പറയുന്ന ആ ദുഷ്ട സ്ത്രീയല്ലേ, ദേ അച്ഛന്റെ ഇപ്പോഴും ഭാര്യ, അവരെ എത്രയും പെട്ടെന്ന് അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്ക്. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അതൊക്കെ ഇനി പറയേണ്ട കാര്യമുണ്ടോ മോളെ? ഞാനൊന്ന് ചെന്ന് പറഞ്ഞാൽ മാത്രം മതി, അവളെനിക്ക് ഡിവോഴ്സ് തന്നോളും. അല്ലെങ്കിലും ഞങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കാൻ തൊട്ട് എത്രയോ വർഷങ്ങളായി. അതുകൊണ്ട് ആ കാര്യത്തിലൊരു പ്രശ്നം വേണ്ടെന്ന് പറയാ. കാർത്തി പറഞ്ഞു, എന്നാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ കോടതിയുടെ മുന്നിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലാതായി തീരണമെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. ദേ എന്നിട്ട് വേണം അച്ഛാ നമുക്ക് നല്ല ഗംഭീരമായിട്ട് അച്ഛന്റെ അമ്മയുടെയും കൂടെ വിവാഹം നടത്താനായിട്ട്. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അത് ശരിയാ മോളെ എന്ന് പറയണം. കാർത്തിക പറഞ്ഞു, അച്ഛനറിയാവോ, ഞാനും എൻ്റെ അമ്മയും വളരെയധികം കഷ്ടപ്പെട്ട വളർന്നു വന്നേന്ന് പറഞ്ഞാൽ എന്നെ അമ്മ വളരെയധികം കഷ്ടപ്പെട്ട വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ ആ സമയത്തൊക്കെ ഒരു അച്ഛനില്ലാത്തതിന്റെ വേദന വളരെയധികം ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ അമ്മയുടെ വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ല. പക്ഷെ ഇപ്പോഴാണ് അമ്മയ്ക്ക് വിവാഹം കഴിക്കണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടായത് പോലും. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ട് വേണം എന്റെ വിവാഹം കൂടെ നടത്താനെന്ന് പറഞ്ഞോണ്ടാ അമ്മ ഇരിക്കണേന്ന് പറയാം. പിന്നെ ഇന്നത്തെ കാലത്ത് അമ്മമാരെ അച്ഛന്മാരെയും കൂടുതൽ നോക്കുന്ന ആൺകുട്ടികളെക്കാൾ നന്നായിട്ട് പെൺകുട്ടികളാന്ന് അമ്മ എപ്പോഴും പറയാറുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, ഏയ് അങ്ങനെയാണോ മോളെ എന്ന് ചോദിക്കുക. അങ്ങനെ തന്നെയാ. ഇനി ആ കാര്യത്തിൽ എനിക്ക് ഭാഗ്യമില്ല മോളെ, കാരണം എനിക്ക് 2 പെൺമക്കളുള്ളത് അറിയാലോ. ഒരു നല്ല കാലം വന്നു കഴിഞ്ഞപ്പം എന്നെ എൻ്റെ അമ്മേനെയൊക്കെ തേച്ചിട്ട് അങ്ങോട്ട് ചാടിപ്പോവുക ചെയ്തേ. അവസാനം എനിക്കൊരു എൻ്റെ തുണയ്ക്കായിട്ട് എൻ്റെ ചെറുക്കൻ മാത്രം എൻ്റെ കൂടെ ഉള്ളെന്ന് പറയാം. ഇത് കേട്ടെന്ന് കാർത്തിക മനസ്സിൽ പറഞ്ഞു, അതേടാ കഥകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, നീ എന്നെ വേണോ പഠിപ്പിക്കാനായിട്ട്? നിന്റെ ചരിത്രമോ ഭൂമിശാസ്ത്രമോ എല്ലാം ഞാൻ പഠിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് കാർത്തിക മനസ്സിൽ പറയാം. പിന്നീട് പ്രകാശനോട് പറഞ്ഞു, അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ചെല്ലാം, കാര്യങ്ങൾക്കൊരു നീക്കുപോക്കാകട്ടെ, എന്നിട്ട് വേണം അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാനായിട്ട് എന്ന് പറയണം. എന്നാൽ ശരി മോളെ, ഞാൻ ചെന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പ്രകാശന് ഭയങ്കര സന്തോഷത്തോടു കൂടി ഒരു ചൂളം കുത്തി അങ്ങോട്ട് പോവാണ്. പിന്നെ നേരെ ചെല്ലുന്ന കിരണിന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ദീപയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. പ്രകാശനെ കണ്ടത് ചോദിച്ചു, ഓ നിങ്ങളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അതെന്താ എനിക്ക് ഇങ്ങോട്ട് വന്നുകൂടെന്ന് ചോദിക്കാം. നിങ്ങൾ ഇങ്ങോട്ട് വരാറല്ലോ, പിന്നെ നിങ്ങൾ വന്നിട്ടാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു തന്ത്രം ഉണ്ടെന്നുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ടെന്ന് പറയാം. ഈ സമയത്ത് കാദംബരി രതീഷും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ രതീഷ് ചോദിച്ചു, ആഹാ എന്തൊക്കെയുണ്ട് എന്റെ മുൻ അമ്മ അയച്ച വിശേഷങ്ങളെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അതെ
പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല എൻ്റെ മുൻ മരുമോനെന്ന് പറയാണ്. ഇത് കേട്ടൻ ദീപ പറഞ്ഞു, അല്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾ വന്നതിന്റെ കാര്യം എന്താന്ന് പറ, എനിക്ക് അതറിഞ്ഞാൽ മതി എന്ന് പറയണം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അതെ ഇപ്പൊ നീ എന്റെ ഭാര്യയല്ല, പക്ഷെ എനിക്ക് ഭാര്യയല്ല എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നീ എന്റെ ഭാര്യയാണ്. എനിക്ക് അതിൽ നിന്ന് ഒരു മോചനം വേണം, അതിനു വേണ്ടി ഞാൻ വന്നാന്ന് പറയാണ്. ഇത് കേട്ടോണ്ടാണ് കിരൺ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച ഡിവോഴ്സ് ആണെന്ന് ചോദിക്കുക. അത് തന്നെ ഡിവോഴ്സ്, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറയാം. പെട്ടെന്ന് കാദംബരി പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, എന്താ ഇനിയിപ്പം ഡിവോഴ്സ് കെട്ടിയിട്ട് വേറെ കല്യാണം കഴിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, ഉണ്ടെങ്കിൽ. പെട്ടെന്ന് ദീപ പറഞ്ഞു, ഓ ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. അന്ന് ക്ഷേത്രത്തിൽ നിങ്ങൾ പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലക്ഷ്മി, ആ ലക്ഷ്മിനെ വിവാഹം കഴിക്കാനായിരിക്കും അല്ലേ? കൊള്ളാം, നല്ല കഥയായിപ്പോയി. ഇത് കേട്ടതും കാദംബരി പറഞ്ഞു, കല്യാണം കഴിക്കുന്നതും കുഴപ്പമില്ല, പക്ഷെ വയസ്സനാം കാലത്ത് കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹം അതുണ്ടെങ്കിൽ അവിടെ മാറ്റി വെച്ചാലേ. ഇനിയിപ്പോ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെണ്ണാണെങ്കിലോ? നിങ്ങളുടെ സ്വഭാവത്തിന് അതിനെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പ്രകാശം പറഞ്ഞു, അതെ ചെറിയ വായില് വലിയ വർത്താനം പറയാതിരി, ഇവിടെ കാർന്നുമാർ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് കയറി നീ അധികം വാചകം അടിക്കുന്നത് പറയാണ്. ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, അവർക്ക് സംസാരിക്കാനുള്ള അവര് കാര്യങ്ങളൊക്കെ പറയും. അതെ നിങ്ങളുടെ മോള് തന്നെയാ അവർക്ക് പറയാനുള്ള വോയിസ് ഉണ്ടെന്ന് പറയാണ് ഇവിടെ. ഓ നിങ്ങൾക്കപ്പൊ കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കാനായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ പ്രകാശം പറഞ്ഞു, അതേടാ ഇത്രയും കാലം എന്റെ താലി ഇട്ടോണ്ട് ഇവിടെ ഞെളിഞ്ഞിരിക്കുമല്ലായിരുന്നോ? ആ താലി അങ്ങോട്ട് എനിക്ക് ഊരി വാങ്ങണമെന്ന് പറയാം. പെട്ടെന്ന് ദീപ് പറഞ്ഞു, താലിയാണോ? അതിപ്പൊ തന്നെ ഞാൻ ഊരി തന്നേക്കാന്ന് പറയാം. ഇത് കിടന്ന് കിരൺ തടഞ്ഞു, വേണ്ടമ്മേ ആ താലി ഇപ്പൊ ഊരണ്ടെന്ന് പറയണ. എന്താടാ അവള് താലി ഊരി തരാൻ തുടങ്ങിയപ്പോ നിനക്കൊരു മടി എന്താ? അവളും കൂടെ ഊരി തരട്ടെ. അതാ അങ്ങനെ ഇപ്പൊ താലി ഊരി കൊടുക്കണ്ടമ്മേ, കുറച്ചുകൂടെ കഴിയട്ടെ, ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി എന്ന് പറയാം. പിന്നീട് പ്രകാശം പറഞ്ഞു, ഇവൾക്ക് എന്താ ആലോചിക്കാനായിട്ടാ? ഇത്രയും കാലം ഒരുമിച്ചല്ല കഴിഞ്ഞ്, കുറെ കാലമായിട്ട് വേറെ വേറെ അല്ല കഴിഞ്ഞ്, പിന്നെ എനിക്ക് ഡിവോഴ്സ് തന്നാ എന്താ കുഴപ്പം? ഇത് കേട്ടൻ ദീപ പറഞ്ഞു, നിനക്ക് ഡിവോഴ്സ് തരാൻ എനിക്ക് 100 വട്ടം സമ്മതമാണെന്ന് പറയണം. പെട്ടെന്ന് കിരൺ ദീപനെ നോക്കി കണ്ണടച്ച് കാണിക്കുക, ഇപ്പൊ ഒന്നും പറയണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ ദീപ ഒന്നും മിണ്ടിയില്ല. ഈ സമയം കിരൺ പറഞ്ഞു, അതെ ഡിവോഴ്സ് ആയിരുന്നെ കുറിച്ചൊക്കെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, അതിനുശേഷം മറുപടി പറയാന്ന് പറയാ. അതിനെന്താ ആലോചിക്കാതിരിക്കുന്നേ? അവള് പറഞ്ഞല്ലോ ഡിവോഴ്സ് തരാന്ന്, പിന്നെ നിനക്കെന്താടാ മരുമോനെ ഇത്ര വലിയ കുഴപ്പം എന്താന്ന് ചോദിക്കുക. അതെ ഞാൻ മാത്രമല്ല ആലോചിച്ചിട്ട് കാര്യമില്ല, എന്റെ ഭാര്യയുണ്ട് കല്യാണി, നിങ്ങളുടെ മകള്, അവളും കൂടെ ആലോചിക്കണം എന്ന് പറയാം. ഓ കല്യാണി, അവളങ്ങേതുകൊണ്ട് വലിയ പെയിന്റിംഗ് കോമ്പറ്റീഷൻ പോയി കിടക്കുമല്ലേ? ഇത് കേട്ടതും രതീഷ് പറഞ്ഞു, ന്യൂസിനകത്തും പത്രത്തിനകത്തൊക്കെ കണ്ടു കാണുമല്ലോ അവളുടെ കാര്യം. പിന്നെ കണ്ടായിരുന്നോന്നോ? അവളിങ്ങനെ ഞെളിഞ്ഞിരിക്കുന്ന ഫോട്ടോയും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവളെ ഞാൻ പണ്ടേ പടിയടിച്ച് പിണ്ടം വെച്ചല്ലേ, അവളെപ്പോലൊരു മോൾ എനിക്കില്ല. പിന്നെ ഞാൻ എന്തിനാടാ അവള് പറയുന്ന വാക്കുകളൊക്കെ കേൾക്കണ്ടേ? അതിന്റെ കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയണം. പിന്നെ അവൾ ഇനിയിപ്പം വന്നിട്ട് അവളോട് കൂടി ആലോചിക്കാനാണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. അവള് വരുന്ന വഴിക്ക് വല്ല പ്ലെയിനും തട്ടി ചാകുവോ, അല്ലെങ്കിൽ അത് പ്ലെയിനിൽ നിന്ന് താഴെ പോവോ, അപ്പൊ എന്തേലും ചെയ്തോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ കിരൺ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേ നിങ്ങൾ എവിടെ വന്നെന്നാ സംസാരിക്കുന്നുള്ള ബോധം നിൽക്ക് വേണം. നിങ്ങളുടെ ഈ സംസാരമൊക്കെ നിങ്ങളെ വീട്ടിൽ മതി, ഇത് കളം വേറെയാന്ന് പറയണം. എവിടെയാലും ആയിക്കോട്ടെ, അതെ ഇവളുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ, ഇവളിൽ നിന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്ന് പറയാം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, പറഞ്ഞല്ലോ നിങ്ങളിപ്പോ ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഏടുപടിയിൽ നിന്ന് തരാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയണം. ഇതേട്ടൻ പ്രകാശം പറഞ്ഞു, ഡിവോഴ്സ് തന്നില്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, അസൂയ നിനക്കൊക്കെ, ഞാൻ എങ്ങാനും രക്ഷപ്പെട്ട് പോയാലോ എന്നോർത്തുള്ള അസൂയ. ഇത് കേട്ടപ്പോ രതീഷ് പറഞ്ഞു, നിങ്ങള് ആരെയാലും കല്യാണം കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നേ? നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിപ്പോ. പക്ഷെ ഡിവോഴ്സ് തരുന്നതിനെ കുറിച്ച് അമ്മ എന്തായാലും ഒന്ന് ആലോചിക്കൂന്ന് പറയണം. നാണം കെട്ട് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം കിരൺ എല്ലാവരുമായിട്ട് പറഞ്ഞു, അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ വ്യക്തമായ ഒരു ലക്ഷ്യം കാണും, അത്ര പെട്ടെന്നൊന്നും അയാൾക്ക് ഡിവോഴ്സ് കൊടുക്കണ്ട, അയാളുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ, അയാൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതൊക്കെ അറിയട്ടെ, അതിനുശേഷം മതി അയാൾക്ക് ഡിവോഴ്സ് കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനമൊക്കെ എടുക്കണം ദീപയോട് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം രതീഷും പറഞ്ഞു, ശരിയാ കിരൺ സാർ പറഞ്ഞ് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോ വേറെ വിവാഹം കഴിക്കാനാണോ, അതോ ഇനിയിപ്പം അയാൾക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ, ഇനി അവിടെ ചേക്കാറാനാണോന്നും അറിയത്തില്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ചറിഞ്ഞിട്ട് മതി, അല്ലാതെ അമ്മ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കേണ്ടെന്ന് ദീപയോടും പറയാണ്. പിന്നീട് പ്രകാശൻ നേരെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഓടിച്ചെന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചാ കാര്യങ്ങൾ, പോയ കാര്യങ്ങളൊക്കെ ഓക്കെ ആയെന്ന് ചോദിക്കാം. എടാ എല്ലാ കാര്യങ്ങളും നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അവള് ഡിവോഴ്സ് തന്നില്ലെങ്കിലാ ഈ പ്രകാശന് തനി സ്വരൂപം കാണാൻ പോന്നെ. അല്ലച്ചാ ഇനി ഡിവോഴ്സ് തരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലോ, ഇത്രയും കാലമായിട്ടും ദേ ആ അമ്മയെന്ന് പറയുന്ന അവരുമായിട്ട് അച്ഛൻ വേർപിരിഞ്ഞ് കഴിയുമല്ലായിരുന്നോ, പിന്നെ ഇനി എന്തിനാ ഇനിയിപ്പം
ഡിവോഴ്സിന്റെ കാര്യം ഉണ്ടോന്ന് ചോദിക്കാം. അല്ല മോനെ, അത് വേണം, നിയമപരമായിട്ട് വേർപെടുകയാണെന്നാ കാർത്തിമോള് പറഞ്ഞിരിക്കണമെന്ന് പറയാം. ദേ, എന്നിട്ട് വേണം എന്റെ കല്യാണം നടക്കുന്ന സമയത്ത് നിന്റെ കല്യാണം കൂടെ നടത്താനെന്ന് പറയാണ്. എന്റെ കല്യാണോ? എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ലടാ മോനെ, നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. എന്റെ വിവാഹത്തോടൊപ്പം തന്നെ നിന്റെ നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ നടത്തണമെന്ന് പറയാം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, എന്റെ അച്ഛാ, അതിന് പറ്റിയ പെണ്ണുങ്ങളൊക്കെ വേണ്ടേ? എടാ, ഇന്നലെ എന്നെ ഒരുത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു, ദേ നിന്റെ കാര്യം ചോദിച്ചോണ്ട്. പക്ഷെ ഞാനൊന്നും വിട്ടങ്ങോട്ട് പറഞ്ഞില്ല. അറിയാലോ, ഒരു ചിലപ്പോ ആ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ അസൂയ കൊണ്ട് അവർ ചെയ്യുന്ന പരിപാടിയാണെന്നും അറിയത്തില്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറയാം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, എന്റെ അച്ഛാ, വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിന്നെ എനിക്കിപ്പോ ഒരു ഭയമുണ്ട്. 2 വിവാഹം അത് അങ്ങനെയായിപ്പോയി. പിന്നെ ഒരുത്തി എന്നെ പറ്റിച്ചിട്ടും പോയി. ഇനിയിപ്പം വരുന്നോൾ എങ്ങനെയായി തീരുമെന്ന് എന്തറിയാം. അതൊന്നും ഓർത്ത് മോൻ വിഷമിക്കണ്ട കേട്ടോ. ഇതേ, ഉറപ്പായിട്ടും നിന്റെ വിവാഹം ഞാൻ നടത്തിയിരിക്കും. എടാ, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആരാ, കോടീശ്വരന്മാരല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അല്ലച്ചാ, 1 വർഷത്തിനുള്ളിൽ നമ്മൾ കോടീശ്വരന്മാരാവൂലോ, അതിനുശേഷം പോരെ വിവാഹ ജീവിതം ഒക്കെ എന്ന് ചോദിക്കുക. ദേ, കാർത്തേച്ചി എന്താ പറഞ്ഞിരിക്കുന്നേ? അതൊന്നും കുഴപ്പമില്ലടാ മോനെ, അതിനു മുമ്പ് വിവാഹം കഴിച്ചെന്നോർത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദേ, നമ്മളിപ്പോ പണ്ടത്തെ പോലെയൊന്നും അല്ല. ആ ഒരു ചിന്ത നിനക്ക് വേണം. നിന്റെ അമ്മേനെ എന്റെ ജീവിതത്തിൽ ഞാൻ പടിയടിച്ച് പിണ്ടം വെക്കാനായിട്ട് പോവാ. ആ സമയത്ത് നീയും എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് വിക്രം പറഞ്ഞു, ഞാൻ വരും. ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് കോടതി ഞാൻ വരും. അച്ഛനാ താലി ഊരി വാങ്ങുന്ന എനിക്കൊന്ന് കാണണം. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞാൻ വരുമെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.